ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. കാരണം കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് തന്നെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി. അതിന് മുമ്പിലത്തെ വീഡിയോ ഇട്ട് 3 മാസം മുമ്പ് എന്തൊക്കെയാണ് എന്നുവെച്ചാൽ ചെയ്യാൻ കണ്ടന്റ് ഉണ്ട്, പക്ഷെ മടി സാധനം. നമ്മള് മടിയന്മാരായിട്ട് കാര്യമായല്ലേ? അതെ, മല ചുമക്കാൻ പറ്റും. അതെ അതെ, എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, പക്ഷെ എനിക്കതല്ല, എനിക്ക് മടി. എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അങ്ങനെ ആക്ച്വലി കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ചെയ്ത് എടുക്കണം. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 4-ാം തീയതി. പക്ഷേ ഈ വീഡിയോ എന്ന് ഇറങ്ങുമെന്നൊന്നും എനിക്കറിയാം, കാരണം ഞാൻ എൻ്റെ മടി വെച്ച് എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ 2-3 ആഴ്ചയൊക്കെ കഴിയും. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു സാധനം അൺബോക്സ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നീ റിവ്യൂ ഒക്കെ ചെയ്ത് പയ്യൊക്കെ തന്നാൽ മതി, കാരണം അവ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ ചെന്നൈയിൽ പോയിരിക്കണം. അവ ഈ മാസം 14-ാം തീയതി വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇത് അൺബോക്സ് ചെയ്യണം. ഇത് സംഭവം ഈ സാധനം ഇന്നാണ് വന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ മടി കാണിച്ചില്ല എന്തോ ഭയത്തിന്. ഇനി എഡിറ്റ് ചെയ്യാനുള്ള മടിയും കൂടെ കാണിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ വാങ്ങും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പ്രൊഫഷണലായിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് അൺബോക്സ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള കത്തി വേണം. അപ്പോൾ നമ്മളിത് നമ്മുടെ വീട്ടിലുള്ള പ്രൊഫഷണൽ കത്തി എടുക്കുന്നു. നമ്മുടെ പോരാളിയുടെ പ്രൊഫഷണൽ കത്തിയാണ്. ഏതെങ്കിലും സ്റ്റേജിൽ കാണുമോ അതേപോലത്തെ കത്തിയൊക്കെ? കവറിനുള്ളിൽ വേറൊരു പെട്ടി. അൺബോക്സ്. നമ്മൾ ഒരു സാധനം അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു വിഷമാവും. ആമസോൺ ഫ്രഷ്. ഈ സാധനം റിവ്യൂ അല്ലല്ലോ, ഓർഡർ ചെയ്തപ്പം. ഓക്കെ, ഇത് എന്തിനാണെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് തുറന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. പെട്ടിക്കുള്ളിൽ കുറച്ച് ബാക്കിലോട്ടേക്ക് അപ്പം ശരിയാവും. പക്ഷേ ഞാൻ മുട്ടുകുത്തി നിന്നാണ് ചെയ്യണം, കാരണം വീഡിയോ ഇത്ര ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പെട്ടിക്കുള്ളിൽ വേറൊരു പെട്ടി. വരില്ല, ഇത് ആയുധം വെച്ച് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വേറെ സാധനം കിട്ടുമെന്ന് നോക്കിട്ടെ. ഓക്കെ, നമുക്കങ്ങനെ അൺബോക്സ് ചെയ്യാൻ ബ്ലേഡ് ഇട്ടിട്ടുണ്ട്. ബ്ലേഡ് പയ്യെ കീറണം, കാരണം ഈ പെട്ടി കീറിയ എനിക്ക് ഈ പുതിയ സാധനത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണെന്ന് നോക്കുക. ഇത് മറ്റേ ഈ പുള്ളിക്കാനാണ് ബ്രാൻഡ്. എനിക്ക് ഇയാളെ പേരെന്ന് പറഞ്ഞോടാ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇവിടെ ഒരു തുളയുണ്ട് ഗൈസ്, നമുക്കിങ്ങനെ കുത്താൻ പറ്റും. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തോണ്ടാണ്. ഓക്കെ, ബോൾട്ട് ഹെഡ്സെറ്റ് ആണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ പറയാത്ത കാര്യം. ഫസ്റ്റ് ഒരുമിച്ചാണ് സ്കാൻ ചെയ്യാം. അത് ഹെഡ്സെറ്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ അടിയിൽ വേറെ കവർ കാണുമെന്ന് വിചാരിച്ചു തുറന്നു കൊടുത്ത്. കൊള്ളാം, നൈസ് ലുക്ക് സാധനത്തിന്. ഇങ്ങനെ ഈ സൈഡ് കാണാം. ഞാൻ വേറെന്തോ സാധനം കണ്ടല്ലോ. ആക്ച്വലി ഞാൻ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ബോൾട്ട് മാറി ഗോ ബോൾട്ട് ആയെന്ന് പറഞ്ഞു, പക്ഷെ ഇതിലിപ്പോഴും ബോൾട്ട് എന്നാണ് എഴുതിയിരിക്കണം. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ബോൾട്ട് എന്ന് ഇങ്ങനെ എഴുതിയിട്ട് തുറക്കുമ്പം സാധനം ഇങ്ങനെ ചരിച്ച് ഇവിടെ സാധനം ഇങ്ങനെ ചരിച്ച് വെച്ചിരുന്നു. ഈ സാധനം ഇങ്ങനെയല്ലേ വരാൻ ഇല്ലല്ലേ കുട്ടാ. എൻ്റെ ഹെഡ്സെറ്റ് വന്നതും ഇതേപോലെ. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഹെഡ്സെറ്റ് ബോൾട്ട് തന്നെയാണ്. പിന്നെ ബോൾട്ട് ഓടി ശരിയാണല്ലോ, അത് എഴുതിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഇവിടെ ബോൾട്ട് ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് ഇവിടെ അത് ഇതാവണില്ല, ഫോക്കസ് ആണല്ലോ. ഇതിവിടെ ബോൾട്ട് ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്ത് ബോൾട്ട് എന്ന് എഴുതിയിട്ടുള്ളൂ. ഓ നൈസ്. ആ ലൈറ്റ് എത്തണ പരിപാടി ഇഷ്ടം, കൊള്ളാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, മീൻസ്
എനിക്ക് തോന്നുന്നു ഫുൾ ചാർജ് ആകുമ്പോൾ ഇവിടെ ഇത് ഫുള്ളായോ എന്നാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഇതിൻ്റെ ലോ ലേറ്റൻസിയും വോയിസ് അസിസ്റ്റൻറ്റും അതൊക്കെ ഞാൻ നോക്കിയത്. കാരണം ഞാനാണ് ഇത് ഓർഡർ ചെയ്ത് കൊടുത്തത്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ ഓർഡർ ചെയ്തു. ഇതിലെ കളറിങ് ഓക്കെ സെറ്റ്. അപ്പം ഞാൻ ഇതിൻ്റെ ലോ ലേറ്റൻസിയും പ്ലേ ടൈം അല്ലല്ലോ, എൻ്റെ എന്തോ പേര് പറയുമോ അതിന്, എന്തൊരു ഇത്ര മണിക്കൂർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അത് 70 hours ഉണ്ട്. അതായത് പെട്ടിക്കകത്ത് 70 hours എന്തോ ചാർജ് ചെയ്യിക്കും. നൈസ് കളർ, ഗ്രേയും ബ്ലാക്ക്. ഇതിലൊരു ലൈറ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് തിളങ്ങണം. എന്താ ഓക്കെ, നമുക്കിനി പെട്ടിക്കകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അകത്തുനിന്നുള്ള ഇതിനകത്ത് സ്കാൻ മീ എന്ന് പറഞ്ഞ സാധനം, സ്കാൻ ആൻഡ് സെക്യൂർ, 12 month വാറൻറ്റി ഉണ്ട്. 1 year വാറൻറ്റി ഉണ്ട് ഈ സാധനത്തിന്. നിങ്ങൾ ഈ ബോൾട്ടിൻ്റെ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ പെട്ടി ഉണ്ടോ, നമ്മളിങ്ങനെ ഇത് തുറക്കുമ്പം ഇവിടെ ഒരു പെട്ടി ഉണ്ട് ആക്ച്വലി. അതിന് നമ്മൾ കണ്ട് ഇങ്ങനെ തുറക്കണം. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനം ഇരിപ്പുണ്ട്. ഇതിൻ്റെ ചാർജറും ഹെഡ്സെറ്റിൻ്റെ 4 ടിപ്പ്, ഇയറിൻ്റെ 4 ടിപ്പും കൂടെ. ഇത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈ സാധനം വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ചാർജറൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഇത് വാങ്ങിച്ച് ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തോ കാര്യത്തിന് ഇതിൻ്റെ പെട്ടി ചുമ്മാ എടുത്തിട്ട് നോക്കിയപ്പോൾ കുലുങ്ങണ്. ഇതിൻ്റെ അത് സാധനം ഉണ്ടായിരുന്നു, കുലുങ്ങണ്. ഈ സാധനം വാങ്ങിച്ചിട്ട് എൻ്റെ ഹെഡ്സെറ്റ് വാങ്ങിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഈ ചാർജർ ഈ ടിപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണത്. ഞാൻ അതുവരെ എന്നുവെച്ചാൽ നമ്മൾ ഇതങ്ങനെ യൂസ് ചെയ്യത്തില്ലല്ലോ, നമ്മുടെ ഫോണിൻ്റെ ചാർജർ വെച്ചല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തില്ല. ഞാൻ എന്തോ ഒരെണ്ണം മിസ്സിങ് ആണെന്നുള്ള കാര്യം എനിക്കിങ്ങനെ തോന്നി. എന്നിട്ട് ഞാൻ ചിന്തിക്കണമല്ലോ, ഞാൻ ചുമ്മാ എടുത്ത് ഉപയോഗിച്ച് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം അതിൻ്റെ അത്രയും കാണുന്നത്. അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, ആ റൂമിൻ്റെ അത് അവിടെ ഇരിപ്പുണ്ട്. നൈസ് സാധനം. എനിക്ക് അതിൻ്റെ കളറും ഒരു ഇഷ്ടപ്പെട്ടു. ഇതൊരു ആ സൗണ്ട് ഉണ്ട്. ഇത് നമ്മൾ ഒരു ഊള സൗണ്ട് അല്ലാതെ, ഇത് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ സൗണ്ടാണ്. ഇതും കേൾക്കാൻ ഒരു സുഖമുണ്ട്. കണ്ട ഇതിങ്ങനെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാൻ ഒരു സുഖമുണ്ട്. ചില ഹെഡ്സെറ്റൊക്കെ നമ്മളതിൻ്റെ എയർപോഡ്സ് പ്ലച്ചിന് സൗണ്ട് കേൾക്കും. ഇത് കുറച്ച് വലുതാണ് ഇതിൻ്റെ പെട്ടി. എൻ്റെ കയ്യിൽ കുറച്ച് കുഞ്ഞാണ്. കാരണം എൻ്റെ ഈ കൈക്കകത്ത് നിൽക്കും. ഇതിക്കകത്ത് നിൽക്കാനല്ല, ഇതുപോലെ ഉള്ളു കണ്ടോ. മറ്റേത് ഈ സാധനം കുറച്ച് വണ്ണമുണ്ട്. എന്നുവെച്ചാൽ പെട്ടി തന്നെ കുറച്ച് വീർത്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ. ഇതിൻ്റെ പേര് ബോൾട്ട് ആസ്ട്രാനിയോ. ഓക്കെ, നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വല്ല ഉണ്ടാകുന്നത് ഇതിന് ഒരു ഫോൺ അമ്മയുടെ ഫോൺ, അതായത് നമ്മുടെ പോരാളിയുടെ ഫോൺ. ഞാൻ അത് ന്യൂ ഡിവൈസിൽ കണക്ട് ചെയ്യാനുള്ള മറ്റേ ഓൾറെഡി പെയർ ചെയ്ത ഡിവൈസിൽ കയറി നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കണക്ട് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നൈസ് സാധനം. ഇത് നമ്മുടെ ഈ കണക്റ്റഡ് സൗണ്ട് കേൾക്കണതിന് നല്ല പവറിലാണ്. അപ്പം ഞാൻ ഫുൾ സൗണ്ട് ഇട്ടിട്ടുണ്ട്. ഫുൾ സൗണ്ട് ഇട്ടിട്ട് പാട്ട് കേട്ടോ. ഏത് പാട്ട് കേൾക്കാം? ഹെഡ്സെറ്റ് സെർച്ചിങ്. യൂട്യൂബ് എവിടെ? യൂട്യൂബ് വേണ്ട. യൂട്യൂബിൽ നല്ല ഊള ക്വാളിറ്റി ആയിരിക്കും പാട്ടിനൊക്കെ. സോ നമുക്ക് അർത്ഥം പോയാ അല്ല, സ്പോട്ടിഫൈ കയറി നോക്കാം.
ഓഡിയോ നൈസ് ഓഡിയോ. കാരണം ഒരു സാധനം ഡൗൺലോഡ് വെച്ചാൽ നൈസ് ഓഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ഫസ്റ്റ് ഉപയോഗിച്ചപ്പം കിട്ടിയ സെയിം എക്സ്പീരിയൻസ്. അതിന് സൂപ്പർ കിട്ടില്ല സാധനം. ബാസ് ഒരു ഇത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി നല്ല ക്ലിയർ സാധനം, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് കേൾക്കാം. ആരെങ്കിലും വിളിച്ചു നോക്കിയാലോ? ഓഡിയോ ക്വാളിറ്റി ഇങ്ങനെ നോക്കാം. നമുക്ക് എടുക്കുമെന്ന് പറഞ്ഞൂടാ. ഹലോ, എവിടെയാടാ? ജോലിക്ക് പോയില്ലേ? എണീച്ചില്ലേ? ലീവാണോ? ഞാൻ ഒരു കാര്യം വെച്ചാൽ ഞാൻ ഹെഡ്സെറ്റ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നമ്മൾ ഈ ഹെഡ്സെറ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞവനെ തന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു മിനിറ്റ്. ഹലോ. എടാ, എങ്ങനെയുണ്ട് ഓഡിയോ? എങ്ങനെയുണ്ട്? നല്ല ക്ലിയർ ഉണ്ട്. നല്ല ക്ലിയർ ഉണ്ട്. എനിക്ക് നല്ല ക്ലിയർ ഉണ്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നോയ്സ്, വേറെ വെളി നോയ്സ് ഒന്നും കേട്ടില്ല? ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വോയിസ് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, സെറ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും സൂപ്പർ. 1000 രൂപയ്ക്ക് കിടിലമാണ്. എനിക്ക് വേർത്തായിട്ട് തോന്നി. അത് ഉപയോഗിക്കുന്ന ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? കാരണം ഞാൻ ഇതിന്റെ റിവ്യൂ ഒന്നും കണ്ടിട്ടൊന്നും അല്ല. എക്സ്പെഷ്യലി ഞാൻ ബോൾട്ടിന്റെ സാധനം എടുത്തപ്പം, ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എടുത്തപ്പോഴും ഞാൻ റിവ്യൂ നോക്കിയിട്ടല്ലേ എടുത്തത്. ഞാൻ എന്നുവെച്ചാൽ വിത്ത് മൈ നോളജ്, എനിക്കുള്ള നോളജ് വെച്ച് ആണ് ഞാൻ ഇപ്പൊ എൻ്റെ ഫോൺ എടുക്കുമ്പോഴായാലും, എൻ്റെ ഹെഡ്സെറ്റ് എടുത്തപ്പോഴായാലും, എൻ്റെ മൈക്ക് എടുത്തപ്പോഴായാലും ഞാൻ വെളിയിൽ ആരുടെ അടുത്തൊന്നും ചോദിച്ചില്ല, വേറെ റിവ്യൂ ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ നോളജ് വെച്ച് എങ്ങനെ കൊള്ളാം എന്നുള്ള രീതിയിലാണ്. അതായത് ഇതിനിപ്പം 70 hours പ്ലേ ടൈം ഉണ്ട്. എൻ്റെ ഇതിന് ഏകദേശം എത്ര പ്ലേ ടൈം ഉണ്ടായിരുന്നു നമുക്ക് നോക്കട്ടെ. ഞാൻ അപ്പോൾ 1 വർഷം മുമ്പ് എടുത്തത് ആ സാധനം. ഇപ്പോഴും സൂപ്പറായിട്ടിരിപ്പുണ്ട്. എൻ്റെ ഒരു പലതവണ ഈ സാധനം തറയെ വീണിട്ട് അതിന് ഒരു കുഴപ്പമില്ല. എൻ്റെ പെട്ടിക്ക് പോലും ഇപ്പം ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇവിടെ ചെറിയൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കൊണ്ട് വയ്ക്കുന്ന ആ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ചും പോറില്ല. അതല്ലാതെ വേറെ ഒരിടത്തൊരു സ്ക്രാച്ച് ഒരു സാധനമില്ല. Z40 Pro ഞാൻ ഇപ്പം അതിൻ്റെ, അതായത് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇത് എൻ്റെ തറയെ വീണ് എൻ്റെ ഒരു 10,000 തവണയെങ്കിലും തറ വീണിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ ഓഡിയോ ഒക്കെ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സാധനമാണ്. അതിൻ്റെ പ്ലേ ടൈം ഞാൻ നോക്കട്ടെ. എന്തായാലും ഇതിൻ്റെ ഈ ബോക്സിന് 100 hours പ്ലേ ടൈം ഉണ്ട്. അപ്പൊ ആലോചിക്കണം, 100 hours നമ്മൾ ഇത് വാങ്ങിച്ച് ആകെ കുറച്ച് നാളൊക്കെ ഇത് ചാർജ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. അതായത് ഞാൻ ഇപ്പം എവിടെയെങ്കിലും പോയി ബോറടിച്ചിരിക്കുമ്പം കുറച്ചേരം എടുത്ത് വെച്ച് കേൾക്കും. അല്ലാതെ എനിക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഈ വണ്ടി പോകുമ്പോഴൊന്നും ഉപയോഗിക്കാറില്ല. എവിടെയെങ്കിലും ജസ്റ്റ് ചെന്ന് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പം രാത്രി സിനിമ കാണുമ്പോഴേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് 100 hours പ്ലേ ടൈം ഉണ്ട്. സൂപ്പർ സാധനം. ഇപ്പൊ പുതിയത് വാങ്ങിച്ചാലും നമുക്ക് കൊള്ളൂരെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ സാധനമാണിത്. ഇതും സൂപ്പർ. അതായത് ഇത് ഞാൻ പറഞ്ഞ ഇത് 2024 ഇറങ്ങിയ സാധനമാണ്. അതിനെ ഞാൻ ഇപ്പൊ 2025 വാങ്ങിക്കുന്നത്. എന്നിട്ടും എനിക്കത് ഇഷ്ടപ്പെട്ടു. അതായത് ആ ബ്രാൻഡിന്റെ ക്വാളിറ്റി അത് സൂപ്പറാണ്. സെയിം സാധനം. ഈ സാധനം ഇത് 2023 ഇറങ്ങിയ സാധനമാണ്. ഞാൻ വാങ്ങിക്കുന്നത് 2024. പക്ഷെ അന്ന് വരെ ഉണ്ടായിരുന്നതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്, അതായത് ഒരു 1200 രൂപയ്ക്ക് അകത്ത് നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു സാധനം. അതേപോലെ ഇപ്പൊ ഈ സാധനം പറയുന്നത് 1000 രൂപയ്ക്ക് അകത്ത്, ഡെലിവറി ചാർജ് കൂട്ടി എത്ര 1040 1050 രൂപ എന്തോ ആകത്തുള്ളൂ. അതർവൈസ് സൂപ്പർ സാധനം. കണ്ണും പൂട്ടി എടുക്കുക. അതായത് ഇനി ഒരു 1-1.5 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഈ സാധനം മതി.
ഇത് മതി. 4000 രൂപ 5000 രൂപയ്ക്കൊന്നും വാങ്ങിക്കുന്നത്. കാരണം നമ്മളെ അത്രയും യൂസ് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് അതിന്റെ യൂസ് ഇല്ല. എനിക്ക് ജസ്റ്റ് കോള് പാട്ട് കേൾക്കാൻ, സിനിമ ആണ് മതി. ഈ 5000 രൂപ 6000 രൂപയ്ക്കുള്ള സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ല. അത് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. അറ്റ് എ ടൈം 1000 രൂപയ്ക്കകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 1200 രൂപയ്ക്കകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം നോക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന സാധനമാണ് ബോൾട്ട് ആസ്ട്രോനിയോ. ബോൾട്ടിന്റെ തന്നെ വേറെയും കുറെ സാധനങ്ങളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. എനിക്കത് ഇപ്പം വലുതായിട്ട് അറിയത്തില്ല. കാരണം ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം ID മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് നോക്കും. ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നിരിക്കാം. ഗൈസ്, ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം, എന്തൊരാവെന്ന് പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മടിയുണ്ട് എനിക്കറിയാം, ഞാൻ അത് പോയി ചെയ്യും. ഇനി അങ്ങോട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പം ജോലിയുടെ കുറച്ച് തിരക്കാണെന്ന് ചെയ്യാത്ത കുറച്ചാൾ കഴിയുമ്പോൾ അത് ചെയ്തു തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആഴ്ചയിൽ എങ്ങനെ പോയൊരു 1-2 വീഡിയോ ഇടുന്ന സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. പിന്നെ ഗൈസ്, ഞാൻ അതിൻ്റെ അകത്തൊരു സാധനം പറയാൻ വിട്ടുപോയി. അതിൻ്റെ അകത്ത് ANC ഇല്ല, ENC മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ENC മാത്രമേ ഉള്ളൂ, ANC ഇല്ല. 1500 രൂപയ്ക്കകത്ത് ആരും അങ്ങനെ ANC കൊടുക്കാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുറച്ചും കൂടെ നല്ല എമൗണ്ട് ആണെങ്കിൽ ഇനിയിപ്പം ഓഫർ മറ്റേ സെയിലൊക്കെ വരുന്ന ദിവസമാണ്, അപ്പോഴൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാധനം തന്നെയാണ്. കൊള്ളാം, സൂപ്പർ ഇഷ്ടം. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ. ഞാൻ അത് പറയാൻ വിട്ടേ, അതുകൊണ്ടാണ് കാര്യം.